ഓപ്പറേഷൻ കമലയ്ക്ക് ശേഷം കോൺഗ്രസ് അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഓപ്പറേഷൻ ഹസ്ത. ഇടഞ്ഞ കൊമ്പനെ, BJP-യിൽ നിന്ന് ഇടഞ്ഞ കൊമ്പനെ എന്താ പറയുക, കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ കുതന്ത്രം. പക്ഷേ BJP-ക്ക് പോലും വേണ്ടാത്ത ഒരാളെയാണ് ഇത്ര വലിയ ഓപ്പറേഷൻ ഹസ്തയിലൂടെയൊക്കെ കോയമ്പത്തൂരിലെ പ്രത്യേക ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ചയൊക്കെ നടത്തി സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഒറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ നിൽക്കാതെ കേരളം വിട്ട് കോയമ്പത്തൂരിലേക്ക് ഓടി അവിടെ പിന്നെ രഹസ്യമായ യോഗം ചേർന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന സന്ദീപ് വാര്യർ. ഒരു ഓഫറും സന്ദീപ് വാര്യർ വച്ചില്ല എന്നാണ് മുൻ അധ്യാപക സംഘടനാ നേതാവ് കൂടിയായ ഹരിഗോവിന്ദൻ പറയുന്നത്. പച്ചവെള്ളം ചവച്ചല്ല ഞങ്ങളൊക്കെ കുടിക്കുന്നത്. പച്ചവെള്ളം ഞങ്ങൾ കുടിക്കുന്നതും ഞങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണ് എന്നുള്ളത് ഹരിഗോവിന്ദൻ മറന്നു പോകരുത്. സന്ദീപ് വാര്യർ ഒറ്റ നിമിഷം കൊണ്ട് മോദിയെ തള്ളിപ്പറഞ്ഞ്, സംഘത്തെ തള്ളിപ്പറഞ്ഞ്, സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ നിലപാടില്ലാത്ത ഒരാളാണ് എങ്കിൽ സന്ദീപ് വാര്യർ ഒരു ഓഫറും വയ്ക്കാതെ കോൺഗ്രസിലേക്ക് വരുമെന്ന് ചിന്തിക്കാൻ കോൺഗ്രസിലെ വിഡ്ഢികളായ അണികളല്ല കേരളത്തിലെ ജനങ്ങൾ, അല്ലേ? തീർച്ചയായും. കാരണം ധന്യ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ശരി. കാരണം പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന ആളുകൾ ആ രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ ആളുകൾ മണ്ടന്മാരല്ല എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ശരിയായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള P. ഹരിഗോവിന്ദനെയാണ് കോൺഗ്രസ് ഈ ഒരു പാലമിടാൻ വേണ്ടി ചുമതലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഈ ഹരിഗോവിന്ദൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സൗമ്യനായ നേതാവാണ്. ആളുകളെ മറ്റു പാർട്ടികളുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, എപ്പോഴും നമുക്ക് വിളിക്കാൻ പറ്റുന്ന, എതിർ പാർട്ടിക്കാർക്ക് പോലും വിളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു നേതാവാണ് ഹരിഗോവിന്ദൻ. മാത്രമല്ല ഹരിഗോവിന്ദൻ ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ഒരു ഗുണമുള്ളത് ഇദ്ദേഹത്തിന് സന്ദീപ് വാര്യരെയും സന്ദീപ് വാര്യരുടെ കുടുംബത്തെയും അറിയാമെന്നുള്ളതാണ്. സന്ദീപ് വാര്യരുടെ അമ്മ ഈ പറയുന്ന അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു. ആ ഒരു പരിചയം വെച്ചുകൊണ്ട് ഒരേ അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക് സന്ദീപ് വാര്യർ അദ്ദേഹത്തോട് പറയുന്നത്, ആ സന്ദീപ് വാര്യർ ഇദ്ദേഹം വിളിക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ ബാംഗ്ലൂരിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂരിൽ RSS നേതൃത്വമായിട്ടുള്ള ചർച്ചയിലായിരുന്നു. ആലോചിക്കണം, RSS നേതൃത്വം ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ RSS സന്ദീപിനെ ബാംഗ്ലൂരിലേക്ക് വിളിപ്പിച്ചു. അവിടെ നിന്ന് ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ ഈ ബന്ധപ്പെട്ട ഹരിഗോവിന്ദനോട് പറയുകയാണ്, AICC നേതൃത്വം ഇടപെടുകയാണെങ്കിൽ ഞാൻ ആലോചിക്കാം. ഉടനെ തന്നെ ഇത് കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ചുമതല കൊടുത്തിട്ടുള്ള വി മോഹനൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ അറിയിക്കുന്നു. ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തര ആലോചന നടത്തിയതിനു ശേഷം വീണ്ടും ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. AICCയുടെ നേതൃത്വമുള്ള ആളുകൾ ബന്ധപ്പെടുന്നു. അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം ഇവർ കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്നു. ആ പ്ലാനിങ് കേരളത്തിനകത്ത് എവിടെയെങ്കിലും വെച്ച് നമ്മൾ സംസാരിച്ചാൽ അത് മാധ്യമങ്ങളിലൂടെ ചോരും. അതോടുകൂടി പ്ലാൻ പൊട്ടി. അതെ, ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരോടും പറയാതെ ഇദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ കോയമ്പത്തൂരിൽ ഹോട്ടലിൽ മുറിയെടുത്ത് AICCയുടെ നേതാക്കന്മാരും ഇദ്ദേഹവും അടക്കം അവിടെ എത്തുന്നു. അവിടെ ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ യാതൊരുവിധ ഉപാധികളുമില്ലാതെ ഞാൻ കോൺഗ്രസ് എന്നെ BJP തേച്ചു, അതുകൊണ്ട് ഞാൻ കോൺഗ്രസിലേക്ക് വരുന്നു പറഞ്ഞു. ഇതൊന്നും അല്ല അവിടെ സംഭവിച്ചത്. വളരെ കൃത്യമായി തനിക്ക് എന്താണ് വേണ്ടത് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ സന്ദീപ് വാര്യർ അറിയിക്കുന്നു. അത് AICC നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നു. ഇതിൽ KC വേണുഗോപാൽ നേരിട്ട് ഉറപ്പ് തരണമെന്ന് ആര് പറയുന്നു? സന്ദീപ് വാര്യർ പറയുന്നു. KC വേണുഗോപാൽ നേരിട്ട് സന്ദീപ് വാര്യരെ വിളിക്കുന്നു. അതെ, സന്ദീപ് വാര്യരെ വിളിക്കുന്നു. അദ്ദേഹത്തിനോട് കൃത്യമായ ഉറപ്പ് വാങ്ങുന്നു. ഒരുപക്ഷെ അദ്ദേഹം അത് കരാർ എഴുതി വാങ്ങിയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കരാറായ, കാരണം കോൺഗ്രസിനെ സന്ദീപ് വാര്യർ വിശ്വസിക്കില്ല. BJP-യിൽ ഇന്നലെ വരെ മോദി ആരാധകനായിരുന്ന സന്ദീപ് വാര്യർ ഒറ്റ ദിവസം കൊണ്ട് മോദിയെ തള്ളിപ്പറഞ്ഞ സന്ദീപ് വാര്യർ നാളെ രാഹുലിനെ തള്ളിപ്പറയാൻ വലിയ താമസമൊന്നും വേണ്ട. രാഹുലിനെ തള്ളിപ്പറഞ്ഞ് പിണറായി ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം BJP തമ്മിലൊരു അന്തർധാര ഉണ്ട് എങ്കിൽ അങ്ങോട്ടേക്ക് ചെന്ന് കയറാൻ പറ്റില്ല. ഇല്ല എങ്കിൽ അടുത്ത പോക്ക് അങ്ങോട്ടേക്കായിരിക്കും. എന്തായാലും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കൊരു സീറ്റ് വേണം, ജയിച്ചാൽ UDF ആണ് വരുന്നതെങ്കിൽ മന്ത്രിയാവണം, തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും സന്ദീപ് വാര്യർ സ്ഥാനമോഹിയാണ്. അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ അവസരവാദി എന്ന് സരിനെ വിളിക്കാൻ സന്ദീപ് വാര്യർക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. സന്ദീപ് വാര്യർക്ക് ഒരു യോഗ്യതയില്ല. സംഘം തുനിഞ്ഞിറങ്ങിയാൽ സന്ദീപ് എന്നല്ല ആര് വന്നാലും പാലക്കാടിൽ C. കൃഷ്ണകുമാറെ ജയിക്കൂ. കാരണം സംഘത്തിനറിയാം ഹരിയാനയിൽ സംഘം എങ്ങനെയാണ് BJP-യെ ജയിപ്പിച്ചത് എന്നുള്ളത് സംഘത്തിൻ്റെ അല്ലെങ്കിൽ RSSന് നന്നായിട്ടറിയാം.
RSS പാലക്കാട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കുടുംബയോഗങ്ങൾ, അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. സന്ദീപ് വാര്യർ പോയത് കൊണ്ട് ഒരു വോട്ട് പോലും തങ്ങൾക്ക് ചോരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് RSS പ്രവർത്തിച്ചു തുടങ്ങുന്നത്. സന്ദീപ് വാര്യരെ കൊണ്ടുവരാൻ ഈ ഓപ്പറേഷൻ ഹസ്തയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എടാ സന്ദീപ് ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ തന്നെ സന്ദീപ് വന്നാനെ. കാരണം ഇവിടെ നടിച്ച് പുറത്താക്കാൻ നിൽക്കുന്ന ആളാണ് സന്ദീപ്. വേറൊരിടവും ചെന്ന് കയറാൻ ഗതിയില്ലാതെ കിടക്കുന്ന സന്ദീപ് വാര്യർക്ക് വേണ്ടി കോയമ്പത്തൂര് വരെയൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് ബസ്സും പിടിച്ച് പോയ കാശ് വെറുതെ ആയിപ്പോയെന്ന് ഞാൻ പറയും. കാരണം ഒരിടവും നിക്കക്കടി ഇല്ലാതിരുന്ന സന്ദീപ് വാര്യർ ആര് വിളിച്ചാലും എങ്ങോട്ട് ഏത് പാർട്ടിയിൽ ഇനിയൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി അതിൽ പോകണമെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ പോയത്. കാരണം സന്ദീപ് വാര്യന് വേറെ നിവർത്തിയില്ലാതെ നിൽക്കുന്ന സമയമാണ്. എന്തായാലും മോദിയുടെ ഓപ്പറേഷൻ കമല എന്ന് പറയുന്നത് മോദി തന്ത്രപൂർവ്വം കളിക്കുന്ന ഒരാളാണ്. ആ ഓപ്പറേഷൻ കമലയിലൂടെ മോദി നേടിയെടുക്കുന്നത് ഇന്ത്യയുടെ ഭരണമാണ്. അല്ലെങ്കിൽ അവർക്ക് സംസ്ഥാനങ്ങളുടെ ഭരണമാണ്. അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഭരണമില്ല ആ സംസ്ഥാനങ്ങളിൽ ഭരിക്കാനുള്ള തന്ത്രമാണ് ഓപ്പറേഷൻ കമലയിലൂടെ മോദി നേടിയെടുക്കുന്നത്. കോൺഗ്രസ് 1000 തവണ മരിച്ച് ജീവിച്ച് പിന്നെയും മരിച്ച് ജീവിച്ചാൽ പോലും മോദിയുടെ തന്ത്രങ്ങളിൽ ഒരെണ്ണം പയറ്റി ജയിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ ഹസ്തയൊക്കെ കൊണ്ടുവന്ന് സന്ദീപ് വാര്യറിനെ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടാൽ സത്യത്തിൽ BJP-യിലായിരുന്നപ്പോൾ രോമാഞ്ചം കൊണ്ട അണികളൊക്കെ ഉണ്ടാകും. സന്ദീപിന്റെ നിലപാട് മനസ്സിലാക്കിയതിന് ശേഷം ഓടമില്ലേ സന്ദീപേ, ഞങ്ങൾക്ക് ഇതൊന്നും വലിയ വിഷയമല്ല, ഒരു സന്ദീപ് പോയാൽ 1000 സന്ദീപിനെ വാർത്തെടുക്കാൻ RSSന് BJP-ക്കല്ല RSSന് കഴിവുള്ളത് എന്നിടത്തോളം കാലം സന്ദീപ് ആദ്യം ഒരു SFI-കാരനായിരുന്നു. ഞാൻ ആരാണ് സന്ദീപ് വാര്യർ എന്ന് പഠിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സന്ദീപ് വാര്യർ ഒരു സംഘപ്രവർത്തകനല്ല, ഒരു RSSകാരനല്ല. ആ ഡ്രസ്സിട്ട് ആ കാവി നിക്കറും ആ വെള്ള ഉടുപ്പും ആ കറുത്ത തൊപ്പിയും തലയിൽ വെച്ചാൽ RSSകാരനാവില്ല സന്ദീപ് വാര്യർ. SFIയിൽ നിന്ന് വന്ന് പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് വാജ്പേയിയോടുള്ള സ്നേഹം, വാജ്പേയിയുടെ ആശയങ്ങളോടുള്ള സ്നേഹം മൂത്ത് അതിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന ആളാണ്. പിന്നെ ചാനലുകളിൽ RSSനെ കുറിച്ച് പഠിച്ച് കൃത്യമായി ചാനലുകൾ അവതരിപ്പിച്ച് അങ്ങനെയാണ് സന്ദീപ് വാര്യർ ജനശ്രദ്ധ നേടുന്ന ഒരാളായി മാറിയത്. സംഘത്തിൽ ഞാൻ അതാണ് ആലോചിക്കുന്നത്, ഒറ്റ ദിവസം കൊണ്ട് സംഘത്തെ തള്ളിപ്പറയാൻ എങ്ങനെ കഴിഞ്ഞു? സംഘത്തെ തള്ളിപ്പറയാൻ സന്ദീപ് വാര്യറിന് കഴിഞ്ഞത് സന്ദീപ് വാര്യർ ഒരു RSSകാരല്ലാത്തത് കൊണ്ടാണ്. സന്ദീപ് വാര്യർ ഒരു RSSകാരനായിരുന്നെങ്കിൽ ഒരിക്കലും RSSനെ സന്ദീപ് വാര്യർ തള്ളിപ്പറയില്ല, മോദിയെ തള്ളിപ്പറയില്ല, ഒറ്റ ദിവസം കൊണ്ട് അച്ഛനെ കൊച്ചാന്നും വിളിക്കില്ല. സന്ദീപ് വാര്യർ ഒരു RSSകാരനല്ല. അതുകൊണ്ട് ഏത് വള്ളത്തിൽ വേണമെങ്കിലും സന്ദീപ് വാര്യറിനെ കാല് ചവിട്ടാം. പക്ഷേ 2 വള്ളവും കൂട്ടി നിൽക്കണം. അകന്നു പോയാൽ സന്ദീപിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായി പോകും. തീർച്ചയായും ഈ ഓപ്പറേഷൻ കമലയുടെ കാര്യം തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഓപ്പറേഷൻ കമലയിൽ മോദി ചെയ്യുന്നതും വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഓപ്പറേഷൻ ഹസ്ത നടത്താൻ പോയത്. അത് സ്റ്റേറ്റുകളുടെ ഭരണം പിടിക്കാൻ, ഇന്ത്യയുടെ ഭരണം പിടിക്കാനൊക്കെ ആണെങ്കിൽ, തന്ത്രപ്രധാനമായ മുംബൈ കോർപ്പറേഷൻ പോലുള്ള ചില സ്ഥലങ്ങളുടെ ഭരണം പിടിക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ സന്ദീപിനെ പുറത്ത് ചാടിക്കാനും ചില നഗരസഭാ മെമ്പർമാർ ചാടിക്കാനാണ് ഇവർ ഹസ്ത നടത്തുന്നത്. ഗതികേടാണ് കോൺഗ്രസിന്റെ, വലിയ ഒന്നും പറയാനില്ല. പക്ഷേ കമലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടിയിൽ നിന്ന് ആകപ്പാടെ മൊത്തത്തിൽ ആ ജനപ്രതിനിധികളെ ചാടിച്ചിട്ട് അവിടെ എതിർപ്പുകളൊക്കെ ഏറ്റുവാങ്ങി അവിടെ കൊണ്ട് ഭരിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ തന്നെ അധികാരത്തിൽ വരുന്ന അവസ്ഥ, BJP തിരിച്ച് അധികാരത്തിൽ വരുന്ന അവസ്ഥ. ഇവിടെ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നപ്പോൾ കൃത്യമായി KC വേണുഗോപാൽ പച്ചക്കൊടി കാണിക്കുന്നു. KC വേണുഗോപാലിനോട് പിന്നെ ഒറ്റപ്പാലം സീറ്റ്, ഷൊർണൂർ സീറ്റ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ സീറ്റും മന്ത്രിസ്ഥാനവും ഒക്കെ ആയിരിക്കാം ചോദിച്ചാൽ, ഇനി പരാജയപ്പെട്ടാൽ പാർട്ടിയിൽ മുഖ്യമായ സ്ഥാനം ചോദിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. ഭാവിയിൽ പ്രധാനമന്ത്രിയാകുമ്പോൾ അവിടേക്കൊരു രാജ്യസഭാ സീറ്റ് ഒരു പക്ഷേ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. MP നിർബന്ധമായിട്ടും പരാജയപ്പെട്ടാൽ അദ്ദേഹം രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ എഴുതി ചോദിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് ചെയ്യുന്ന ഹസ്ത എന്ന് പറയുന്ന ഈ വലിയ ഓപ്പറേഷൻ ഉണ്ടല്ലോ, വലിയ കൈകൊടുക്കൽ. ഈ കൈകൊടുക്കൽ പാലക്കാട് നഗരസഭയിലെ കുറച്ച് നഗരസഭാ കൗൺസിലർമാരെ ചാടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ ഹസ്ത നടത്താൻ പോകുന്നു, ഇന്നലെ 6 മണിക്ക് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കാൻ പോകുന്നു എന്ന വലിയ വിവരം കോൺഗ്രസ് പ്രവർത്തകർ രഹസ്യമായി പുറത്തുവിട്ടു. ഇതാ 6 മണിക്ക് നിങ്ങൾ കാത്തിരുന്നോളൂ, ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇവർ ആലോചിച്ചില്ല, ഇവർ ആരോടാണ് കളിക്കുന്നത്? BJPയെ മാറ്റി നിർത്തിയേക്കുക. പുറകിൽ സംഘമുണ്ട് എന്നുള്ള, പുറകിൽ RSS ഉണ്ട്, അവരെ RSS ആണ് വളർത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഇവർ ഈ തീരുമാനത്തിലിറങ്ങി 6 മണിക്ക് നമ്മളൊക്കെ വാർത്തയും കാത്തിരുന്ന് നമ്മളൊക്കെ
ശശിയാനായി, അവരും കോൺഗ്രസും ശശിയായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ശ്രീജ തന്നെ അവിടുത്തെ കൗൺസിലർ മുൻ പിന്നെ എന്താണ് പ്രിയ അജയൻ, അവിടെ ആ മെമ്പറും ശ്രീജ അടക്കമുള്ള കൗൺസിലർമാരും രംഗത്തെത്തി ഞങ്ങൾ എവിടേക്കും പോകുന്നില്ല എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ വന്നു. കോൺഗ്രസ് അടപടലം 3G ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇതുകൊണ്ട് സന്ദീപ് വാര്യർ പോയത് കൃത്യമായിട്ടും ചില മുൻവിധികൾ അല്ലെങ്കിൽ തനിക്ക് വേണ്ട കാര്യങ്ങൾ അടയാളപ്പെടുത്തി തന്നെയാണ്, അല്ലാതെ കോൺഗ്രസിനോടുള്ള ആശയം മൂത്തു പോയതല്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇനിയും വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല.